എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ITI കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് നാളെ വരെ നൽകാവുന്നതാണ്. അപ്പോൾ ജൂൺ 29-ാം തീയതി വരെയാണ് ഈ ഒരു അപേക്ഷ നൽകുന്നതിനായിട്ട് സാധിക്കുക. നിലവിൽ ഈ ഒരു അഡ്മിഷൻ ഡേറ്റ് നീട്ടിയിട്ടില്ല, ചിലപ്പോൾ നീട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്നാൽ നിങ്ങൾ നാളെ വൈകുന്നേരത്തിനകം ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള പ്രവേശനത്തിനായിട്ട്, അതായത് ഗവൺമെൻറ് ITIയിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷയാണ് വിദ്യാർത്ഥികൾക്ക് നാളെ, അതായത് ജൂൺ 29-ാം തീയതി വരെ ഓൺലൈനായിട്ട് നൽകാനായിട്ട് സാധിക്കുക. അതിനുശേഷം ജൂലൈ 6-ാം തീയതിക്കകം വിദ്യാർത്ഥികൾ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ITIയിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അപേക്ഷ നൽകാം എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ കറക്റ്റായിട്ട് PDF രൂപത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഹൗ ടു അപ്ലൈ എന്നുള്ള ലിങ്ക്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് സംബന്ധിച്ചുള്ള ആ യൂസർ മാനുവൽ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് അതിൽ എങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ നൽകാം എന്നുള്ള ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. അപ്പോൾ 100 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് ഫീസ് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യുന്നത് വരെ, അതായത് വെരിഫിക്കേഷൻ ചെയ്യുന്നതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വേണ്ട എഡിറ്റിങ്ങുകളൊക്കെ വരുത്താവുന്നതാണ്. അതിനുശേഷം പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള, അതായത് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കില്ല. ഈ ഒരു വെരിഫിക്കേഷനും അതുപോലെ ആപ്ലിക്കേഷൻ ഡേറ്റും കഴിഞ്ഞ ശേഷം പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ളതനുസരിച്ച് അതത് ITIകൾ റാങ്ക് പട്ടിക തയ്യാറാക്കും. അപ്പോൾ അത് പ്രകാരം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ വിശദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി തന്നെ ആയിരിക്കും ലഭിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ വഴിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതുവരെ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറും അതുപോലെ ഇമെയിൽ IDയും ആയിരിക്കണം നിങ്ങൾ നൽകേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് സംശയമുണ്ടെങ്കിൽ ഹെൽപ്പ് ഡെസ്കിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഹെൽപ്പ് ഡെസ്ക്, നിങ്ങളുടെ ജില്ലയിലെ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.